മൗലിക കടമകൾ. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 51A. 11 മൗലിക കടമകളാണുള്ളത്. 42ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകളുടെ എണ്ണം 11ആയി മാറി. 1976 എന്ന വർഷത്തിലാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത്. USSRൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൻ സിംഗ് കമ്മിറ്റി. 42ാം ഭേദഗതി നടപ്പിലാക്കുന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. മൗലിക കടമകൾ പാർട്ട് 4A മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയെ അനുസരിക്കുകയും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകുന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക. രാഷ്ട്രസേവനത്തിനും രാജ്യരക്ഷാപ്രവർത്തനത്തിനും സജ്ജരായിരിക്കുക. മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നിവയ്ക്കതീതമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക. സ്ത്രീകളോട് മാന്യമായി പെരുമാറുകയും അവരുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. പരിസ്ഥിതി പ്രദേശങ്ങളായ വനങ്ങൾ, തടാകങ്ങൾ, പുഴകൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവയെ സംരക്ഷിക്കുകയും ജീവികളോട് അനുകമ്പ പുലർത്തുകയും ചെയ്യുക. ശാസ്ത്രീയ വീക്ഷണം, മാനവികത, അന്വേഷണാത്മകത എന്നിവ വികസിപ്പിക്കുക. പൊതുസമ്പത്ത് സംരക്ഷിക്കുകയും ആക്രമണം ഉപേക്ഷിക്കുകയും ചെയ്യുക. എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തെ ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യമൊരുക്കുക. പൗരന്മാരുടെ മൗലിക ചുമതലകൾ. 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പാസാക്കി. മറ്റു വിഷയങ്ങളോടൊപ്പം പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഉൾക്കൊള്ളുന്ന ഒരു പട്ടിക ഈ ഭേദഗതിയിൽ ചേർക്കപ്പെട്ടു. ആകെ 10 ചുമതലകളാണ് എഴുതി ചേർക്കപ്പെട്ടത്. പൗരന്മാർ എന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കുക. രാജ്യത്തെ പ്രതിരോധിക്കുക. എല്ലാ പൗരന്മാർക്കിടയിലും സൗഹാർദ്ദത്തെ പരിപോഷിപ്പിക്കുക. പരിസ്ഥിതി സംരക്ഷിക്കുക തുടങ്ങിയവ മൗലിക കടമകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഈ അവകാശങ്ങളൊക്കെ അനുഭവിക്കണമെങ്കിൽ ചുമതലകൾ നിർവഹിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല. സ്വരൻ സിംഗ് കമ്മിറ്റി. സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായി തീർന്നത്. 1976 42ാം ഭേദഗതി അനുസരിച്ചിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ പാർട്ട് 4A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 51A. സ്വരൻ സിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ചത് 8 കർത്തവ്യങ്ങളാണ്. അത് ഭരണഘടനാ ഭേദഗതിയിൽ 10 മാറി. അതിൽ ഈ 8 കർത്തവ്യങ്ങളിൽ കുറച്ച് കർത്തവ്യങ്ങൾ നിരസിക്കുകയുണ്ടായി. അതൊക്കെയാണ് ഇനി പറയുന്നത്. മൗലിക കർത്തവ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കുകയോ അനുവർത്തിക്കാൻ വിസമ്മതിക്കുകയോ ചെയ്യുന്ന പൗരന് പാർലമെൻറ്റ് പിഴയോ മറ്റു ശിക്ഷയോ നൽകേണ്ടതാണ്. അത്തരം ശിക്ഷകളെ ഏതെങ്കിലും കോടതിയിൽ ചോദ്യം ചെയ്യാനോ മൗലികാവകാശത്തിൻ്റെ പേരിലോ ഭരണഘടനാപരമായ മറ്റേതെങ്കിലും ആനുകൂല്യത്തിൻ്റെ പേരിലോ ഇളവ് ചെയ്യാൻ പാടില്ല. നികുതികൾ അടയ്ക്കുക എന്നത് പൗരൻ്റെ ഒരു മൗലിക കർത്തവ്യമാകുന്നു. മൗലിക കർത്തവ്യങ്ങളുടെ പ്രാധാന്യം. പൊതുമുതൽ നശീകരണം, പതാക, ദേശീയ ഗാനം ഇവയെ അനാദരിക്കൽ ഇവയ്ക്കെല്ലാം എതിരെ മുന്നറിയിപ്പ് നൽകാൻ മൗലിക കർത്തവ്യങ്ങൾ പ്രാപ്തമാണ്. ദേശീയ ലക്ഷ്യങ്ങളിൽ പൗരന്മാർ ഒരു കാഴ്ചക്കാരനല്ലെന്നും അതിൻ്റെ ഭാഗമാണെന്നും മൗലിക കർത്തവ്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഒരു നിയമത്തിൻ്റെ ഭരണഘടനാപരമായ സാധുത നിർണ്ണയിക്കാൻ മൗലിക കർത്തവ്യങ്ങൾ കോടതിക്ക് സഹായകമാണ്.
ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനാണെന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പറയുകയുണ്ടായി. വർമ്മ കമ്മിറ്റി. മൗലിക കർത്തവ്യങ്ങളുടെ ഭരണഘടനാപരമായ സാധുതയെ ന്യായീകരിക്കുന്ന 1999 കമ്മിറ്റിയായിരുന്നു വർമ്മ കമ്മിറ്റി. വർമ്മ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ 1971 ദി പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ആക്ട്, ദേശീയ പതാക, ദേശീയ ഗാനം ഇവയെ അനാദരിക്കുന്നത് നിയമനിഷേധമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഭാഷ, വർഗം, ജന്മസ്ഥലം, മതവിഭാഗം ഇവയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളിൽ ശത്രുത വളർത്തുന്ന പ്രവണത ശിക്ഷാർഹമാണെന്ന് പല ക്രിമിനൽ നിയമങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. 1955 അൺടച്ചബിലിറ്റി ആക്ട് ജാതീയമായ ആക്രമണങ്ങൾക്ക് ശിക്ഷ വിധിക്കുന്നുണ്ട്.